സമ്മേളനത്തിൽ പങ്കെടുത്തു. കാലുകളെ ബാധിച്ച വൈകല്യത്തെ വകവയ്ക്കാതെ സംഗീതത്തിന്റെ വഴികളിൽ ഒറ്റയാൾ പട്ടാളമായി മുന്നേറുകയാണ് കൊടകര സ്വദേശിയായ സുഭാഷ് എന്ന ചെറുപ്പക്കാരൻ. അനുഗ്രഹീതനായ ഈ ചെറുപ്പക്കാരൻ താൻ സ്വയം എഴുതി സ്വന്തമായി ഈണം നൽകി ആലപിക്കുന്ന ഗാനങ്ങളാൽ നാളെ ഗുരുവായൂരപ്പ സന്നിധിയിൽ സംഗീതാർച്ചന നടത്താൻ ഒരുങ്ങുകയാണ്. കൊടകര ആഴകം പന്തളത്തെ വീട്ടിൽ ശെൽവേന്ദുകുമാർ എന്ന സുഭാഷ് നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒരു അത്ഭുതമാണ്. 38-ാം വയസ്സിലും പാട്ടിനെ പ്രണയിച്ച് വീട്ടിൽ ഒറ്റയ്ക്ക് കഴിയുകയാണ് ഈ യുവാവ്. കാൽമുട്ടിൽ ബാധിച്ച രോഗം നടക്കാൻ പ്രയാസമുണ്ടാക്കുന്നുണ്ടെങ്കിലും സംഗീത വഴികളിൽ ഈ വൈകല്യം പ്രതിബദ്ധമാകുന്നില്ല. ഇതിനോടകം നിരവധി ഗാനങ്ങൾ എഴുതി സ്വന്തമായി ഈണമിട്ട് പാടിയ സുഭാഷിന് സംഗീത പരിപാടികളിലും സിനിമയിലും പാടാൻ ഏറെ മോഹമുണ്ട്. ഇലക്ട്രോണിക്സിൽ ഡിപ്ലോമ എടുത്തിട്ടുള്ള സുഭാഷ് പിന്നീട് സംഗീതം പഠിക്കുകയും വിവിധ സംഗീത ഉപകരണങ്ങളിൽ പ്രാവീണ്യം നേടുകയും ചെയ്തു. മികച്ച ശബ്ദത്തിന് ഉടമയായ സുഭാഷിലെ ഗായകനെ തേടി പലരും വീട്ടിലെത്തുന്നുണ്ട്. നിരവധി വേദികളിൽ തന്റെ സംഗീത ഉപകരണങ്ങളുടെ സഹായത്തോടെ സുഭാഷ് ഗാനമേള നടത്തിയിട്ടുണ്ട്. ഹിന്ദു ക്രിസ്ത്യൻ ഭക്തിഗാനങ്ങളും ആൽബം പാട്ടുകളും സ്വന്തമായി ഈ കലാകാരൻ തയ്യാറാക്കിയിട്ടുണ്ട്. താൻ ഒറ്റയ്ക്ക് താമസിക്കുന്ന വീട്ടിനുള്ളിൽ ആധുനിക സംവിധാനങ്ങളുള്ള ഒരു കൊച്ചു റെക്കോർഡിംഗ് സ്റ്റുഡിയോ തന്നെയാണ് ഈ യുവഗായകൻ ഒരുക്കിയിട്ടുള്ളത്. ഗാനഗന്ധർവൻ യേശുദാസിനെ കാണപ്പെടാത്ത ഗുരുവായി മനസ്സിൽ പ്രതിഷ്ഠിച്ചാണ് സുഭാഷ് സംഗീത വഴികളിൽ ഏകാന്ത യാത്ര തുടരുന്നത്. സ്വന്തമായി പാടിയും അതിന് സ്വന്തം ഓർക്കസ്ട്രേഷൻ ചെയ്തും സ്വന്തം റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ ഹോം സ്റ്റുഡിയോയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്റെ പുണ്യമായ ദാസേട്ടനാണ് എന്റെ നേരിട്ട് കാണപ്പെടാത്തൊരു ഗുരുസ്ഥാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കൊടകര മാധവേട്ടൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡിവോഷണൽ വർക്കുകളും ആൽബത്തിന്റെ വർക്കുകളാണ് സ്വന്തമായിട്ട് എഴുതിയാണ് കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പുറമെയുള്ള വർക്കുകളും ചെയ്തുകൊണ്ടിരിക്കുന്നു. കാൽമുട്ടിലെ വേദന മൂലം തീരെ നടക്കാൻ കഴിയാതിരുന്ന സുഭാഷിന് ഇപ്പോൾ ഏറെ സുഖപ്പെട്ടിട്ടുണ്ട്. മുടന്തിയാണെങ്കിലും പരസഹായമില്ലാതെ നടക്കാനും പാചകം ചെയ്യാനുമൊക്കെ തന്നെ പ്രാപ്തനാക്കിയതിന് ഗുരുവായൂരപ്പന് നന്ദി പറയാനും കൂടിയാണ് ഗുരുവായൂരിൽ സംഗീതാർച്ചന നടത്തുന്നത്. TCV ന്യൂസ് കൊടകര. കാവനാട് പട്ടികജാതി ശ്മശാനം കയ്യേറിയവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് CPMന്റെ നേതൃത്വത്തിൽ സമരത്തിനിറങ്ങുന്നു. പട്ടികജാതി ശ്മശാനത്തിലൂടെ റോഡ് ഉണ്ടാക്കാൻ അനുവദിക്കില്ലെന്നും ഇക്കാര്യത്തിൽ ഇടപെടാൻ തീരുമാനിച്ചതായും നേതാക്കൾ മാളയിൽ വ്യക്തമാക്കി. അനധികൃതമായ കയ്യേറ്റം നടത്താൻ നേതൃത്വം നൽകിയ ഗ്രാമപഞ്ചായത്ത് അംഗം ജോഷി കാഞ്ഞൂത്തറയ്ക്കെതിരെ കേസെടുത്ത